മുഖത്തടിച്ചിട്ട് പോയി. ഇതിന് തിരിച്ചടിയായിട്ട് ഖുറൈശിൽപ്പെട്ട അതായത് അന്ന് മുസ്ലിം അല്ലായിരുന്ന ഒരാള് അബൂജഹലിന്റെ മുഖത്തേക്ക് പോയി അടിച്ചു. ആരാണ് അയാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചത് കാരണം മുസ്ലിം അല്ലാത്ത ഒരാള് അബൂജഹലിനെ തിരിച്ചടിച്ചു മുഖത്തേക്ക്. ആരാണ് അയാള്? ആരാണ്? ആരാണ് അയാള്? ഹംസ റളിയല്ലാഹു അൻഹു ആണോ? ഹംസ റളിയല്ലാഹു അൻഹു ആണോ? ഹംസ റളിയല്ലാഹു അൻഹു ആണോ? ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹംസ റളിയല്ലാഹു അൻഹു ആണ്. അന്ന് അദ്ദേഹം എന്തായിരുന്നില്ല? മുസ്ലിം ആയിരുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു ശരീരത്തിൽ എഴുതിയവര് ചെസ് നമ്പർ 504 നീ എഴുതിയിട്ടില്ലല്ലേ? 500 നിങ്ങൾ രണ്ടാൾ എഴുതിയല്ലോ. 507 520 എഴുതി. ഹംസ റളിയല്ലാഹു അൻഹു അന്ന് തിരിച്ചടിച്ചു. എന്റെ ഹംസ റളിയല്ലാഹു അൻഹു പിതൃവ്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. എന്റെ മകനെ പോലെ കാണുന്ന ആളായിരുന്നു. ആര്? നബി തങ്ങളെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അബൂജഹലിന്റെ മുഖത്തേക്ക് അടിച്ചു. പക്ഷെ ആളുകൾക്ക് കൂടിയെങ്കിലും ആരും ഹംസയെ തൊടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു അബൂജഹല്. അബൂജഹലിനെ അടിച്ചിട്ടും അന്നുള്ള ആരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. അതായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഗാംഭീര്യം. ഒരു ക്വസ്റ്റ്യൻ കൂടി, നോക്കൗട്ട് ക്വസ്റ്റ്യൻ ആണ്. യുവർ ലാസ്റ്റ് ചാൻസ്. ഞാനൊരു ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ സമസ്ത സെക്രട്ടറി ആരാണ്? ഇപ്പോഴത്തെ നിലവിലെ സമസ്ത സെക്രട്ടറി ആരാണ്? ശരി ഉത്തരം എഴുതിട്ട് വെറുതെ ഇത് കളയണ്ടോ? ഓക്കെ, പെൻ ഡൗൺ. ആരാണ് ഇപ്പോഴത്തെ സമസ്ത സെക്രട്ടറി? നിങ്ങൾ തന്നെ പറയണം. പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ആണോ? 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 അൽഹംദുലില്ലാ. ഓക്കെ, പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാറാണ് ഇപ്പോഴത്തെ സമസ്ത സെക്രട്ടറി. അപ്പോ ആരെയും പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ പോകുന്നോ അല്ലെങ്കിൽ ഫിഖുമായി ബന്ധപ്പെട്ട തജ്വീദുമായി ബന്ധപ്പെട്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? ജനറൽ ആയിട്ടാണോ? എല്ലാം കണക്കന്നല്ല. ചരിത്രത്തിലേക്ക് തന്നെ പോണോ? ഓക്കെ, നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? ഈയിടെയായിട്ട് ഓക്കെ നിങ്ങൾ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. വാട്സപ്പ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ വാട്സപ്പ് ഫേസ്ബുക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഈ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത്? അദ്ദേഹത്തിന്റെ ഓണർഷിപ്പിൽ തന്നെയാണ് ഇപ്പോൾ വാട്സപ്പും ഉള്ളത്. ആരാണ് ഈ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത്? അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്നിരിക്കും. ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക്. ഇതിന്റെ ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും പറഞ്ഞിട്ട് ഇത് ഫോൺ എടുക്കാൻ നിൽക്കരുത് കേട്ടാ. ഇച്ചാമാരെല്ലാം നോക്കിക്കോ, ഇനി ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ അറിയുന്നില്ലെങ്കിൽ. ഓക്കെ, പെൻ ഡൗൺ. ഓക്കെ, ഞാൻ ഓഡിയൻസിനോട് ചോദിക്കുന്നത്, ആരാണ് ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക്? ആരാണ്? കേൾക്കുന്നില്ല. മാർക്ക് സുക്കർബർഗ് ആണ് ഫേസ്ബുക്കിന്റെ. ഇദ്ദേഹത്തിന്റെ ഓണർഷിപ്പിൽ തന്നെയാണ് ഇപ്പൊ വാട്സപ്പും ഉള്ളത്. മാർക്ക് സുക്കർബർഗ് എഴുതിയ ആരാണ്? മാർക്ക് സുക്കർബർഗ് എഴുതിയ ഇദ്ദേഹം മാത്രമാണ്. 504 നീതിട്ടില്ല. പൊറോട്ടയിലേക്ക് തിന്ന സാധനടാ. ചെറിയൊരു ഓന്റെ ബാക്ക് മെമ്മറി ഉണ്ട്, അതിങ്ങനെ വന്നിട്ടില്ല. പ്രശ്നമില്ല. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നമുക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായിരുന്നു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോറ്റി വളർത്തിയ ആളായിരുന്നു. ആര്? അബൂ താലിബ്. ആർക്കും സംശയമില്ല, അബൂ താലിബ് ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോറ്റി വളർത്തിയത്. അബൂ താലിബ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ ഇങ്ങനെ വളർത്തി വലുതാക്കി. ഇടക്കാലത്ത് കയ്യിലൊക്കെ വളരെ നല്ല ക്ഷാമം
ഉണ്ടായി. അതായത് ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാത്തൊരവസ്ഥ രൂപപ്പെട്ടു. ആ സമയത്ത് അബൂ താലിബ് ആണെങ്കിൽ ഒരുപാട് മക്കളുടെ ഉപ്പയായിരുന്നു. അബൂ താലിബിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. ആ സമയത്ത് അബൂ താലിബിന്റെ ഒരു മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്ലാൻ ഇട്ടു, കുറച്ച് ആൾക്കാരെ കൂടിയിട്ട്. എന്റെ വളർത്തിയ ഉപ്പല്ലേ അബൂ താലിബ്, അതുകൊണ്ട് അബൂ താലിബിനെ ഒന്ന് സഹായിക്കണം, ഈ ക്ഷാമത്തിൽ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ആരെങ്കിലും ഏറ്റെടുക്കണം എന്നൊരു പ്ലാനിലെത്തിയിട്ട് ഓരോരോ ആൾക്കാർ ഓരോരോ മക്കളിങ്ങനെ ഏറ്റെടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്ത മകൻ ആരായിരുന്നു? അബൂ താലിബിന്റെ മകനാണ്, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയത്. ആരാണ് ആ മകൻ? Your time is over. Pen down, pen down, pen down. ആരാണ്? അബൂ താലിബിന്റെ മകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ അബൂ താലിബിന്റെ ആ മകൻ ആരായിരുന്നു? ആരാണ് അയാളെ? ആരാണ് സഹാബി? ജാഫർ ഇബ്നു അബീ ത്വാലിബ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അലി റളിയല്ലാഹു അൻഹു ആണ് ഉത്തരം. ഓഡിയൻസ് സിമ്പിൾ ആയിട്ട് ഉത്തരം പറഞ്ഞു. എന്റെ ജൂനിയേഴ്സിൽ, നിങ്ങളല്ലേ സൂപ്പർ സീനിയർ മദ്രസയിലെ ജൂനിയേഴ്സിൽ ഉത്തരം പറഞ്ഞല്ലോ. അലി റളിയല്ലാഹു അൻഹു ആണ് അല്ലേ? ജാഫർ ഇബ്നു അബീ ത്വാലിബിനെ ആരാണ് ഏറ്റെടുത്തത്? ഹംസ റളിയല്ലാഹു അൻഹു ആണ് ജാഫർ ഇബ്നു അബീ ത്വാലിബിനെ. അങ്ങനെ ഓരോ ആൾക്കാരെ ഏറ്റെടുത്തു. ജാഫറിനെ ഓരോ ആളെ ഏറ്റെടുത്തു. അങ്ങനെ ഓരോ ആൾക്കാരെ ഏറ്റെടുത്തു. അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹു സഹോദരനാണ് ജാഫർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ആരുമില്ല. അപ്പൊ ഓഡിയൻസിന് കൊടുത്തു. ഓഡിയൻസിന് മാർക്ക് തന്നിട്ടാ നോക്കാം നമുക്ക് ജയിക്കുന്നില്ലേ. അപ്പോ അലി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് നബിയുടെ സ്വന്തം മകൾ ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹു കെട്ടിച്ചു കൊടുത്തു അല്ലെ? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പര ഉണ്ടാവുന്നത് അല്ലെ? ഓക്കെ, നമുക്ക് വരാം. ബോറടിച്ചല്ല, ഫുൾ സീരിയസ് ആയതുകൊണ്ട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. കുസൃതി ആട്ടോ, ഇതൊരു കുസൃതി ചോദ്യമാണ്. ആ ഒരു ലെവലിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഞാനൊരു കുസൃതി ചോദിക്കാൻ പോവുകയാണ്. എല്ലാവരും ചിന്തിച്ചോ. നിങ്ങൾ ഉത്തരം ടൈം ഔട്ട് പറയുന്ന ശേഷം നിങ്ങൾക്ക് പറഞ്ഞു, അതിന് മുമ്പ് പറയരുത് പ്ലീസ്. എത്ര ക്വസ്റ്റ്യൻ ആയി? ഇപ്പൊ 5 ക്വസ്റ്റ്യൻ ആയി. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കോ, എന്റെ ചോദ്യം, ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞാൽ, ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞാൽ നാളെ ഏതാണ് ദിവസം? ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞാൽ നാളെ ഏതാണ് ദിവസം? യുവർ ടൈം ഈസ് പെൻ ഡൗൺ, പെൻ ഡൗൺ, പെൻ ഡൗൺ. ചിന്തിക്കണ്ടേ? ചിന്തിക്കാൻ സമയം കിട്ടിയില്ലേ? ഏതാണ് ദിവസം? നാളെ എന്താണ് ദിവസം? തിങ്കളാഴ്ച അല്ലേ നാളെ ദിവസം? അതെങ്ങനെ ശരിയാവും? നാളെ എന്താണ് ദിവസം? നാളെ തിങ്കളാഴ്ച അല്ലേ? എന്താണ് നിങ്ങൾ? നാളെ തിങ്കളാഴ്ച അല്ലേ? ഓഡിയൻസിനും കിട്ടിയില്ല അല്ലേ? ക്വിസ് മാസ്റ്ററിന് ഒരു പോയിന്റ് സ്കോർ ചെയ്യാല. ഓക്കെ, ക്വിസ് മാസ്റ്റർ, നാളെ തിങ്കളാഴ്ചയാണ്. നാളത്തെ ദിവസം പോലും അറിയില്ല. എന്താണ് നിങ്ങൾ? ഓക്കെ, നമുക്ക് ഓക്കെ ഞാൻ ചരിത്രം വിട്ടു. ഞാൻ ഫിക്കിലേക്ക് നിങ്ങൾക്കൊക്കെ കർമ്മശാസ്ത്രം, ഞങ്ങൾ എപ്പോഴും ജീവിക്കേണ്ടത് കർമ്മശാസ്ത്രത്തിലൂടെയാണല്ലോ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലൂടെയാണ്. ഞാൻ ഇസ്ലാമിക കർമ്മശാസ്ത്രം ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ചെയ്യുന്ന സാധനമാണ്. എന്ത്? എല്ലാവരും ചെയ്യുന്ന ഒരു സാധനം ഉളു അല്ല, ഉളു എല്ലാവരും ചെയ്യുന്ന സാധനമാണ്. ഉളു അല്ല, എന്റെ ക്വസ്റ്റ്യന് തയമ്മുമാണ്. തയമ്മുമിന്റെ അവയവങ്ങൾ എത്ര എന്ന നമ്പർ എഴുതിയാൽ മതി. തയമ്മുമിന്റെ അവയവങ്ങൾ എത്ര? ആ ഉത്തരം ശരിയല്ല. നിങ്ങൾ വെറുതെ ചെയ്തണ്ട. ഞാൻ അങ്ങനെയുള്ള ഡയലോഗ് ഇടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ വേണ്ടിട്ട്. അക്കം എഴുതിയാൽ മതി. നിങ്ങൾ അവയവത്തിന്റെ പേര് എഴുതണ്ട, എത്ര നിങ്ങൾ നമ്പർ എഴുതിയാൽ മതി. ഓക്കെ, പെൻ ഡൗൺ. തയമ്മുമിന്റെ അവയവം എത്ര? ഏതൊക്കെ? എന്താണ് മുഖം?
മുഖവും കൈയും മാത്രമല്ലേ തേമനുള്ളൂ. കാലിൽ മണ്ണ് ഒഴിക്കണ, തലത്തിൽ ഫുള്ള് മണ്ണിടണ. മുഖവും കൈയും, മുഖവും രണ്ട് കൈയും കൂടുമ്പോൾ ഇങ്ങനെ മൂന്നാകുന്നത്. കൈ രണ്ടും മൂന്നായിട്ടാണ്. തേമന്റെ അവയവം 2 എന്നാണ് അതിന്റെ ആൻസർ. കാരണം 2 കൈയിന് ഒരവയവമായിട്ടാണ് കൂട്ടൽ. അത് ബാൻഡേജിന്റെ പ്രശ്നം വരുമ്പോ 2 കൈ 1 കൈ ആയിട്ടാണ് കൂട്ടൽ. ഓക്കെ, ഇപ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് 504 രണ്ടാം സ്ഥാനം 2 പേരാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, 520ഉം 507ഉം. ഇനി നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ളത് 3 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് തജ്വീദുമായി ബന്ധപ്പെട്ടത്. ഓക്കെ അല്ല, തജ്വീദുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിർഔൻ അല്ലെ, ഫിർഔൻ എന്ന റോയിന് തഫ്രീമാണോ തർക്കീഖാണോ? 2 ആൻസർ 1 എഴുതിയാൽ മതി. തഫ്രീമാണോ തർക്കീഖാണോ? യുവർ ഓപ്ഷൻ. Shut up. ഫിർഔൻ എന്ന റോയിന് തഫ്രീമാണോ തർക്കീഖാണോ? ഓക്കെ, പെൻ ഡൗൺ. തഫ്രീമാണോ തർക്കീഖാണോ? മാഷാ അല്ലാഹ്. എന്താണ് തർക്കീഖ്? അൽഹംദുലില്ലാഹ്, എല്ലാവരും ഇതിന് തർക്കീഖാണ്. ഓക്കെ, ഞാൻ ഫിഖിയിലേക്ക് വരികയാണ്. ഫിഖിന്റെ ചരിത്രത്തിലേക്ക് പോവാൻ നമുക്ക്, അല്ല ഫിഖിന്റെ ചരിത്രത്തിലേക്ക് പോവാലോ. നമുക്ക് എത്ര ഇമാമുമാരുണ്ട്? മദ്ഹബിന് എത്ര ഇമാമുമാരുണ്ട്? 4 ഇമാമുമാരുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ, ഈ 4 ഇമാമുമാരിൽ ഏറ്റവും സീനിയർ ആയിട്ട് അറിയപ്പെടുന്ന 14ഓളം സഹാബാക്കളെ കണ്ടു എന്ന് പറയപ്പെടുന്ന ഈ ഇമാം ആരാണ് ഇദ്ദേഹം? 14ഓളം സഹാബാക്കളെ കണ്ടു എന്ന് ചരിത്രം പറയുന്ന ഈ താബിയായ ഇമാം ഏത് മദ്ഹബിൽ ഇമാമാണ്? പെൻ ഡൗൺ. ആരാണ് മോനെ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക്. ആരാണ്? ഇമാം അബൂ ഹനീഫ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ് 14ഓളം സഹാബാക്കളെ കണ്ടു എന്ന് ചരിത്രം പറയുന്ന താബിയായ ഇമാമാണ് ഇദ്ദേഹം. ഇമാം അബൂ ഹനീഫ എന്ന് ആൻസർ ചെയ്തത് അബൂ ഹനീഫ, ഹനഫി ഇമാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഹനഫി ഇമാം, ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് സ്ഥാനത്ത് 2 ആൾ തുടരുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഞാനൊരു കുസൃതിയിലേക്ക് വരികയാണ്. ഓക്കെ, ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കുന്നു. ശരിക്കും ചിന്തിച്ചോ, നേരത്തെ ക്വസ്റ്റ്യൻ പോലെ അല്ലേ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ,
എന്റെ മുമ്പിൽ ഒരാന, എന്റെ പൊട്ട് ഒരാന, ആനയുടെ മുമ്പിൽ ഒരാന, മുമ്പിലുള്ള ആനയുടെ പിറകിൽ രണ്ടാന, ടോട്ടൽ എത്ര ആന? പെട്ടെന്ന് ഇരിക്കോ, നിങ്ങൾ സമീപ കഴിയും. ക്വസ്റ്റ്യൻ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു. ഒരാന, ആനയുടെ മുമ്പിൽ ഒരാന, മുമ്പിലുള്ള ആനയുടെ പിറകിൽ രണ്ടാന, എന്നാൽ എത്രയാണ് ടോട്ടൽ ആനയുള്ളത്? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. രണ്ടാവും എത്ര? രണ്ടാണോ? 3. 3ആണ് ആൻസർ. 3ആൾക്ക് ഇത് കൊടുത്തോ. 3ആണ് ആൻസർ. ഒരാന, ആനയുടെ മുമ്പിൽ ഒരാന, മുമ്പിലുള്ള ആന പിഴ രണ്ടാന. 3ആണ്, സംശയമൊന്നുമില്ല. ക്വസ്റ്റ്യൻ ആവുമ്പോ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 10 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ രണ്ടാൾക്കാണ് ഒന്നാം സ്ഥാനം ഉള്ളത്. ഇതിലിപ്പോ രണ്ടാം സ്ഥാനം ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും 520-നാണ്. 520 കൊടുത്തു. 520. ഓക്കെ, നീ സെക്കൻഡ് ആണ്. അല്ലല്ല, ഓക്കെ, അടിക്കും. നീ ഔട്ടാണ്. 505 ഔട്ടാണ്. ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ. തേർഡ് ഉണ്ടാ? തേർഡ് ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്ക് പോവാം. 505-നും 520-നും പോവാം. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘകാല പ്രബോധനമൊക്കെ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ജനങ്ങളൊക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പ്രബോധനം ചെയ്തു അല്ലെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾ, മക്ക മുശ്രിക്കുകളുടെ ക്രൂര മർദ്ദനം, ആക്ഷേപങ്ങളൊക്കെ, അധിക്ഷേപങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെ മദീന വിട്ട് പോവുകയാണ്. സ്വന്തം ജനിച്ചു വളർന്ന നാട് വിട്ടിട്ട്. അൽ അമീൻ എന്ന് പണ്ട് കാലത്ത്, ചെറുപ്പകാലത്ത് ജനങ്ങൾ വിളിച്ചുവെങ്കിലും ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയതോടെ എന്തായി? എല്ലാവരും ജനങ്ങൾ എതിരെത്തിരിഞ്ഞു. അങ്ങനെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും സഹിക്കാൻ പറ്റാതെ മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലേക്ക് പോയിട്ട് പിൽക്കാലത്ത് മദീനയിൽ നിന്ന് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വന്നിട്ട് മക്ക കീഴടക്കുകയാണ്. മക്കയിലുള്ള ബിംബങ്ങളൊക്കെ എന്താണ് എടുത്ത് കളയുകയും 2 വർഷത്തിലൂടെ ആളുകളൊക്കെ അയച്ചിട്ട് മക്ക മുഴുവൻ കീഴടക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൂടി അവിടെ ഒരു ഹജ്ജും ചെയ്തു. ഹജ്ജത്തുൽ വിദാ ഒക്കെ നടത്തി. ഒരു പ്രസംഗം, ഖുതുബത്തുൽ വിദാ ഒക്കെ നടത്തി. ഇത് ഹിജ്റ എത്രാം വർഷമാണ്? പെൻ ഡൗൺ. എത്രയാണ് ഹിജ്റ? എത്രാം വർഷമാണ് നീ ഇത്? ഹിജ്റ 63. ഹിജ്റ 10. ഹിജ്റ 10, നോ ഡൗട്ട്. ഹിജ്റ 10-ലാണ്. യു ആർ ദ വിന്നർ. മാഷാ അല്ലാഹ്, കൺഗ്രാറ്റ്സ് മബ്രൂക്ക്. ഹിജ്റ 10-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാ നടത്തിയിട്ട്, ഖുതുബത്തുൽ വിദാ നടത്തിയിട്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ കാലം ജീവിച്ചിട്ടില്ല. 3 മാസമേ ജീവിച്ചിട്ടുള്ളൂ. ഹിജ്റ 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഇവിടെ പറയുകയുണ്ടായി. ഇന്നാ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൺഗ്രാറ്റുലേഷൻ ബോത്ത് ഓഫ് യു. താങ്ക് യു. ജസാക്കുമുല്ലാഹു ഖൈർ.